ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്വലൻ അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. യൂഷ്വലി ധ്യാന്റെ പടങ്ങൾ പറയുമ്പോൾ ആദ്യം ഞാനൊരു ടാഗ് ലൈൻ കൊടുക്കാറുണ്ട്, ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസ് എന്ന്. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അതിന്റെ ആവശ്യമുണ്ട് തോന്നിയില്ല. നൈസ് പടം കേട്ടോ. അറിഞ്ഞില്ല, ആരോട്ടും പറഞ്ഞില്ല കുട്ടിക്ക് ഇത്ര നല്ല പടങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. മഹാ അത്ഭുതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കും മഴയൊന്നും നിൽക്കാത്ത പല സ്ഥലത്തും വെള്ള കളറുള്ള കാക്കയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്കറിയാം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ്. അതും ധ്യാനിനെ വെച്ച് എടുക്കുന്ന പടം എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇവർക്കൊക്കെ എന്താ പ്രാന്ത് ഉണ്ടോന്ന്. മിന്നൽ മുരളി ആദ്യത്തെ പടം, പിന്നെ ധ്യാനിനെ വെച്ചൊരു സിനിമ ആണ്. കാരണം അണ്ണൻ റിസർച്ച് ചെയ്തിരിക്കുന്നത് ഓലപ്പടക്കം, മാലപ്പടക്കം, ചീനിപ്പടക്കം, അമിട്ട്, അതേപോലെ തന്നെ ഗുണ്ട്, ഗ്രനൈഡ്, ആറ്റോമിക് ബോംബ്, ന്യൂക്ലിയർ ബോംബ്, ഇതിലൊക്കെ PhD എടുത്ത മനുഷ്യൻ ഒരു പടം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എക്സ്പെക്ടേഷൻ ഏത് ലെവലായിരിക്കും എന്ന് അറിയാലോ. പക്ഷെ ഇത് നൈസ് സിനിമ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ ഇത് വന്നിട്ട് പ്ലാച്ചിക്കാവ് ആ ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. എനിക്കറിയില്ല കറക്റ്റ് ആയിട്ടാണോ പറഞ്ഞത് തന്നെ. അപ്പൊ അവിടെ വന്നിട്ട് എന്താ വെച്ചാൽ ക്രൈം റേറ്റ് ഭയങ്കര കമ്മിയാണ്. നമ്മുടെ ജയസൂര്യ പറയുന്ന പോലെ തന്നെ പ്ലാച്ചിക്കാവ് എന്നുള്ള ഒരു അതിമനോഹരമായ ഒരു ഗ്രാമം. പോലീസിനൊന്നും വലിയ പണിയൊന്നുമില്ല, മന്ദബുദ്ധി പോലീസാണ്. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ റോണി ബ്രോ ആണ്. കിഡിലായിട്ട് തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അവിടെ വന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഒരു കൊലപാതകം നടക്കുന്നു, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരിയൽ കില്ലിങ്സ് നടക്കുന്നു. പിന്നെ ഇത് അന്വേഷിക്കുന്ന നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അതേപോലെ തന്നെ വേറെ പോലീസ് ഓഫീസറായ സിജു വിൽസന്റെ കഥ പറയുന്ന സിനിമയാണ്. സോ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നല്ല പടം കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസിനെ പ്രസന്റ് ചെയ്ത രീതിയാണ് എടുത്തു പറയുന്നത്. ധ്യാൻ ശ്രീനിവാസൻ വേർഷൻ 2.0 എന്നൊക്കെ അവർ വെറുതെ പറഞ്ഞൊന്നല്ല, നല്ല വൃത്തിക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ധ്യാന്റെ പടങ്ങളിൽ കണ്ടിട്ടുണ്ടാവും കുളി നനയില്ലാത്ത ഭയങ്കര മടിയനായിട്ട് ഒന്നിനും കൊള്ളാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും. ഇതിൽ ഇങ്ങനെ കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണെന്ന് വേണമെങ്കിൽ പറയാൻ. ധ്യാൻ നല്ല വൃത്തിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ധ്യാൻ ഈ മറ്റേ കുറിയൊക്കെ തൊട്ട് വരുന്ന ആദ്യമൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ധ്യാനിന് ഇൻട്രോ കൊടുത്തിരിക്കുന്ന സമയത്ത് BGM അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൽ മ്യൂസിക് വർക്കൊക്കെ അത്യാവശ്യം കൊള്ളാം. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്തിന് കോട്ടയം നസീറിന്റെ തമാശയും കാര്യങ്ങളായിട്ടൊക്കെ നല്ല രസമായിരുന്നു. ഒരു ത്വര തോന്നും നമുക്ക് ഈ സിനിമ കാണുന്നത്. അതിന്റെ ഫസ്റ്റ് 30 മിനിറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. കോമഡി സീൻസ് ഉണ്ട്, ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്, വീണ്ടും കോമഡി സീൻസ് ഉണ്ട്, ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഒരു കൊലപാതകം നടക്കുമ്പോൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി സീറോ ഇമോഷണൽ കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ധ്യാൻ ശ്രീനിവാസൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കിടിലായി പെർഫോം ചെയ്യുന്ന സിജു വിൽസൺ ആണ്. കറക്റ്റ് ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് ആള് കിടിലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമയുടെ ടുവേർഡ്സ് എൻഡ് ഒക്കെ ആവുന്ന സമയത്ത് ഈ മറ്റേ കൊലപാതകം നടത്താനുള്ള ആളുടെ മോട്ടീവ് ഒക്കെ കേൾക്കുമ്പോൾ അയ്യേ ഇതെന്തോന്ന് നമ്മൾ വിചാരിക്കും, ഒരു ലോജിക് ഇല്ലല്ലോ തോന്നും. പക്ഷെ ആ സമയത്ത് അവർ 1-2 ട്വിസ്റ്റും ടേണൊക്കെ കൊണ്ടുവന്നിട്ട് അത് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് പടം, കിടിലം പടം. അല്ലെങ്കിൽ ത്രില്ലറിന് ഇതാണ് ബെഞ്ച് മാർക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നീറ്റായിട്ട് രസത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. സോ ഇതില് ഫ്ലോസ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഫ്ലോസ് ഇല്ലാത്ത പടങ്ങളില്ല. ഇതിൽ ധ്യാൻ ശ്രീനിവാസന്റെ ഫ്രണ്ട് ആയിട്ട് ദാസ് പറഞ്ഞിട്ടൊരു ക്യാരക്ടറെ പറ്റി പറയുന്നുണ്ട്. ആ കൊച്ചിന് എന്ത് പറ്റി, എങ്ങനെ പറ്റി, അതൊന്നും പിന്നെ മിണ്ടില്ല. ടുവേർഡ്സ് എന്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ഇതാണോ മോട്ടീവ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് പലപ്പോഴും തോന്നിയ പോലെ പേഴ്സണലി എനിക്ക് തോന്നി. പക്ഷെ ധ്യാന്റെ യൂഷ്വൽ മൂവീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല സിനിമയാണ് ധ്യാന്റെ ഈ ഇടയ്ക്കുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന പടം അല്ലെങ്കിൽ മിന്നൽ മുരളിക്ക് ശേഷം ഇവരുടെ പടം നല്ല ഹൈ എക്സ്പെക്ടേഷനിലൊന്നും കാണാതിരിക്കുക. ഇപ്പൊ എവിടെ നോക്കിയാലും യൂണിവേഴ്സും അതേപോലെ തന്നെ സീരിയൽ കില്ലിങ്സ് ബേസ്ഡ് സിനിമയാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ലോ എക്സ്പെക്ടേഷനിൽ കണ്ട പടം. പക്ഷെ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇത് മാത്രമല്ല കുറെ സിനിമ ഇന്നലെ OTT റിലീസ് ചെയ്യുന്നുണ്ട്. മറ്റേ ഗിന്നസ് പക്രൂന്റെ 916 കുഞ്ഞൂട്ടൻ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. മാധവന്റെ ഒരു സിനിമ ഇന്ന് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവും. അതേപോലെ തന്നെ എന്താണ് കുണ്ടന്നൂരിലെ കുൽസിത ലഹള പറഞ്ഞിട്ട് ലുക്മാന്റെ ഒരു പടം സൈന പ്ലേയിൽ ഇന്ന് രാത്രി റിലീസ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്വലൻ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ അങ്ങനെ കുറെ സിനിമ OTT റിലീസ് ചെയ്യുന്നുണ്ട്. വേണ്ടവര്